ഹലോ, നമസ്കാരം. ഇന്ന് ഞാൻ ഒരു മുട്ട അവിയലാണ് നിങ്ങൾക്ക് വേണ്ടി കാണിക്കാൻ പോകുന്നത്. പിന്നെ എല്ലാവരും സേഫായിരിക്കുന്നല്ലോ. മഴയൊക്കെ എങ്ങനെയുണ്ട്? നമ്മളിവിടെ ഇപ്പം ഇച്ചിരി തോർന്ന് നിന്നിട്ടുണ്ട്. ഇന്ന് ഇച്ചിരി സൂര്യനെ കണ്ടിട്ടുണ്ട് 3-4 ദിവസത്തിന് ശേഷം. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഞാനൊരു 6 മുട്ട എടുത്ത് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. മുട്ട പുഴുങ്ങി മാറ്റി വെച്ചു. ഇനി 2 ചെറിയ ഉരുളക്കിഴങ്ങിനെ തൊലിച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് വേകാൻ വെച്ചിട്ടുണ്ട്. നമുക്കിതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അപ്പം അതും കൂടി വെന്ത് വരട്ടെ. പിന്നെ ഇതിന് മുരിങ്ങക്കോലും കൂടെ ചേർക്കാവേ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മുരിങ്ങക്കോല് ചേർക്കാൻ ഭയങ്കര ടേസ്റ്റിയാണ്. പക്ഷേ ഇവിടുത്തെ മക്കൾ കഴിക്കത്തില്ല, അതുകൊണ്ടാണ് ഞാൻ ഇടാത്തത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ ഇവിടുത്തെ മക്കൾ കഴിക്കത്തില്ല. അപ്പം നിങ്ങൾക്ക് ഇതിൽ കൂടെ മുരിങ്ങക്കോൽ ഇടുന്നത് നല്ലതാണ്, നല്ല ടേസ്റ്റിയാണ്. ഇപ്പം ഞാനത് കാണിക്കാത്തതെന്ന് വെച്ചാൽ നമുക്ക് കുട്ടികൾക്കും കൂടെ കഴിക്കാൻ വേണ്ടിയല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് ഞാനത് ഇടാത്തത്. അപ്പം നിങ്ങൾ ഇട്ടോളൂ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് വെന്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഇതിൻ്റെ അരപ്പിട്ട് കൊടുക്കാവേ. ഒന്ന് അരയും വേണം, എന്നാൽ അരയുണ്ട്. ഇതിൽ തോരത്തിനേക്കാളും കുറച്ചും കൂടി ഇത് വേണേ. അപ്പോൾ നമുക്കിതിട്ട് കൊടുക്കുക. ഇതിനകത്ത് ജീരകമുണ്ട്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, തേങ്ങ, കുറച്ച് വേപ്പില, 1 അല്ലി വെളുത്തുള്ളി. ഞാൻ ഇടാത്തവരുണ്ട്, പക്ഷെ ഞാനത് ഇട്ടും. ഇച്ചിരി പോലെ പുളി, നമ്മൾ അവിയലിനൊക്കെ എടുക്കത്തില്ലേ, അതുപോലത്തെ ഇച്ചിരി പോലെ പുളി. അപ്പം നമുക്ക് ഇട്ട് കൊടുക്കാതെ ലേശം വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിൽ നമുക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. മുട്ട ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനെ നമുക്കെടുത്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ പുറത്ത് നമുക്കിതൊക്കെ എടുത്ത് വെച്ച് കൊടുക്കാമെന്ന് വെച്ചാൽ അതിൻ്റെ ഇത് പിടിക്കണ്ടേ, ചോറിനാണല്ലോ. അപ്പോൾ നമുക്ക് അതിനകത്ത് അത് പിടിച്ചിരുന്നാലേ കൊള്ളൂ. അപ്പോൾ കുറച്ചത് അരപ്പൊക്കെ ഒന്ന് പിടിച്ച് ചെറിയ തീ കിടന്ന് ഒന്ന് സെറ്റായി വരട്ടെ. നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മുട്ട അവിയലിവിടെ സെറ്റായിട്ടുണ്ട്. മുരിങ്ങാക്കോലിടാൻ മറക്കരുത്. ഉള്ളവർ മുരിങ്ങാക്കോലിടുക, ഇഷ്ടമുള്ളവർ. അപ്പോൾ നമ്മുടെ സൂപ്പർ മുട്ട അവിയലിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് നമ്മൾ ഒരു ഫുഡ് ഉണ്ടാക്കണം, കറി ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെയുള്ളതൊക്കെ നല്ല എളുപ്പമാണ്. ഇതും നമുക്ക് ഒരു ഒഴിക്കാനും ഒരു അച്ചാറോ എന്തെങ്കിലും കൂടെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുട്ടികൾക്കും കൊടുക്കാം. എരിവും അതും ഇതൊന്നും ഉള്ളതല്ലല്ലോ, എല്ലാ കുട്ടികളും കഴിക്കുകയും ചെയ്യും. ഇവിടെയും അങ്ങനെയാണ്. എൻ്റെ കുട്ടികൾക്ക് ചെറുതിലേ ഞാൻ ഇതൊക്കെ കൊടുക്കാറുണ്ട്, അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതാണ് മുരിങ്ങക്കോല് ഞാൻ ഇടാത്തത്, അതവർക്ക് ഇഷ്ടമില്ല. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു.